Namaste. Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് ആനിക്ക് ഒരു ചെറിയ സ്പെഷ്യൽ പറയാനുണ്ട്. എന്നാണെന്നറിയോ, വെജിറ്റേറിയൻകാർക്ക് ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെജിറ്റേറിയൻ ഡിഷാണ് ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ചോദിച്ചാൽ പനീർ മാത്രമല്ലേ ഉണ്ടാക്കത്തുള്ളൂ? അത് കറക്റ്റ്, പനീർ മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ ചിലർക്ക് മഷ്റൂം അലർജിയാണ്, ചിലർക്കാണെങ്കിൽ എന്നെ പോലെ സോയ ചങ്ക്സ് ഇഷ്ടപ്പെടുകയില്ല. ഇതൊന്നും പല അഭിപ്രായങ്ങളാണ്. അപ്പം ഇതെല്ലാം വെച്ച് നോക്കുമ്പം വെജിറ്റേറിയൻകാർക്ക് ഇറച്ചി കഴിച്ചുള്ള പരിചയമില്ല, പക്ഷെ എന്നാലും നോൺ വെജിറ്റേറിയൻകാർക്ക് അതിനുള്ള ഒരു പരിചയമുണ്ട്. അഥവാ ഈ പനീർ കറി ഒന്ന് കഴിക്കണമെന്ന് തോന്നിയാലും ഇത് കൊള്ളാലോ, ഇറച്ചി ഇല്ലെങ്കിലും നമുക്കൊന്ന് കഴിക്കാമല്ലോ എന്ന് ചിന്തിക്കാമല്ലോ. അതേപോലെയുള്ളൂ എൻ്റെ നല്ല വിചാരം മാത്രമേ എനിക്കുള്ളൂ. അതുകൊണ്ട് ഈ കറി വെക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും വേണ്ട, പക്ഷെ കുറച്ച് കാര്യങ്ങൾ വേണം. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുക്കളയിൽ സ്ഥിരം ഉള്ളതാണോ എന്ന് ചോദിച്ചാൽ അല്ല, കുറച്ചാണോ എന്ന് ചോദിച്ചാൽ ആന്നു. എന്നാന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ എപ്പോഴും പരിചയപ്പെട്ടിട്ട് നമ്മൾ അടുക്കളയിൽ സ്ഥിരം ഒരു കസൂരി മേത്തി ഇല്ലേ, മതി. പിന്നെ ഞാൻ എക്സ്ട്രാ പറഞ്ഞിരിക്കുന്നത് ഫ്രഷ് ക്രീമാണ്. ഫ്രഷ് ക്രീമും ഇല്ലേ, ഇപ്പം വലിയ പ്രയാസമൊന്നുമില്ല, ഇപ്പം എല്ലാ സ്റ്റോറിലും കിട്ടും. അതും വലിയ കുപ്പിയൊന്നും മേടിച്ച് വയ്ക്കണ്ട, ഒരു ചെറിയ ബോട്ടിൽ മേടിച്ച് വെച്ചാൽ മതി. അത് മാത്രമല്ല, പിന്നെ ഉള്ളത് വെറും പശുമ്പാൽ മാത്രമേ ഉള്ളൂ. ഇത് വലിയ ആനക്കാര്യമൊന്നുമല്ല, പക്ഷേ ഇതിനുള്ള ഈ ഒരു കറിക്കുള്ളൊരു ഗുണം എന്നാണെന്നറിയാമോ? ഇതിൽ പനീർ ചെയ്യാം, ചിക്കൻ ചെയ്യാം, മട്ടൺ വേവിച്ചിട്ട് ചെയ്യാം. ഭയങ്കര ടേസ്റ്റാണ്, പറയാതിരിക്കാൻ പറ്റിയല്ലോ കേട്ടോ. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിച്ചിട്ടുള്ളൊരു പനീർ കറിയാണ്. ഇത് നമുക്ക് വീട്ടിലും ചെയ്യാം. റെസ്റ്റോറൻറ്റിലൊക്കെ പറയുമ്പോൾ ഒരു പാത്രത്തിനകത്ത് കിട്ടുന്നത് നമുക്ക് വയറ് നിറച്ച് തിന്നാൻ നോക്കുകയല്ല, പക്ഷെ കൊതിക്ക് തിന്നാൻ നോക്കും അല്ലേ. പനീർ ഉണ്ടാക്കുമ്പോൾ ഫ്രൈ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ സാധാ പനീർ അത് ഉള്ളതുപോലെ തന്നെ നമുക്ക് കറി വെക്കാം. ഇനി അതല്ല, കുറച്ച് ഫ്രൈ ചെയ്തിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഫ്രൈ ചെയ്തിട്ട് അതിനെ സോഫ്റ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ചൂടുവെള്ളത്തിൽ ഇട്ടാൽ മതി. അപ്പോൾ ഫ്രൈയും ആവും, പനീർ സോഫ്റ്റും ആവും, ആ ടേസ്റ്റും കിട്ടും. ഇതല്ലേ ഏറ്റവും ബെസ്റ്റ്. ഈ ഓപ്ഷൻസ് ഒക്കെ ഞാൻ തരാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെയും ടേസ്റ്റ് ഒരേപോലെ ഇരിക്കണമെന്നൊന്നുമില്ല. എല്ലാവർക്കും പല പല ടേസ്റ്റാണ്, പല പല ഇഷ്ടങ്ങളാണ്. അപ്പോൾ അതുപോലെ അങ്ങ് ചെയ്തേച്ചാൽ മതി. ഈ വർത്താനം പറയുന്നതിനെക്കാട്ടിലും നല്ലത് ഇതിന് ഉണ്ടാക്കേണ്ട രീതി ആദ്യം പറയും കൊച്ചെന്നല്ലേ. എന്നാലും ഇച്ചിരി വർത്താനം പറഞ്ഞില്ലെങ്കിൽ വലിയൊരു ഏനക്കേടാ. അപ്പോൾ നമുക്ക് എന്നെ കാര്യം എന്നാന്ന് വെച്ചാൽ പറയാം. ആദ്യം വേണ്ടത് കുറച്ച് സവാള എന്ന് പറയുമ്പോൾ ഒരു മീഡിയം സൈസ്. ഇതിപ്പോൾ കൊച്ചായിട്ട് അരിയണം അങ്ങനെയൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഒരു മുഴുത്തായിട്ട് ഇടാൻ ഒക്കത്തില്ല, നമുക്ക് വേവിക്കാനുള്ളതാണ്. ഒരു 4 കഷ്ണമായിട്ട് അരിയോ അല്ലെങ്കിൽ 8 അരിയോ ഒക്കെ ചെയ്താച്ചാൽ മതി. ഇതിപ്പോൾ കാര്യം എളുപ്പമാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അരിഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു കറക്റ്റ് അളവാണ് ഞാൻ പറയുന്നത്. ഒരു 4 വലിയ വെളുത്തുള്ളിയാണ് വേണ്ടിയേ. പിന്നെ വേണ്ടിയത് ഒരു കഷ്ണം ഇഞ്ചി, 1 ഇഞ്ച് എന്നൊക്കെ പറയത്തില്ലേ, 1 ഇഞ്ച് ഇഞ്ചി എന്നൊക്കെ പറയില്ലേ, അന്ന് പറഞ്ഞ പോലെ ഒരു ചെറിയ കഷ്ണം. പിന്നെ ഉള്ളത് കുറച്ച് അണ്ടിപ്പരിപ്പ. ഇത് കുറച്ച് ഒരു പിടിയോളം ഇട്ടതോ അല്ലെങ്കിൽ അതിനേക്കാൾ ഇച്ചിരി കൂടെ കൂടുതൽ ഇടുകയോ ചെയ്യുകയാണെങ്കിൽ ഇത് ഒത്തിരി നല്ലതാണ്. അപ്പം അത് നമ്മുടെ വീട്ടിൽ എത്രയാണ് ഉള്ളതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്തേച്ചാൽ മതി. പിന്നെ ഉള്ളത് കുറച്ച് കശകശയാണ്. അത് നമ്മൾ ഇറച്ചിക്കൊക്കെ ഇടുന്ന കശകശയില്ലേ, അതാണ് ഇത്. ഇനി വേണ്ടിയത് കുറച്ച് പച്ചമുളക്. ഇത് എരിവ് അനുസരിച്ച് ഞാനിപ്പോൾ ഒരു 4 പച്ചമുളക് എടുത്തോളൂ. ഇത് ഒത്തിരി എരിവുള്ള ഒരു കറിയല്ല, ഒരു നമ്മുടെ ഒരു സ്റ്റൂ ഒക്കെ വെക്കുകയല്ലേ എന്ന് പറഞ്ഞ പോലെ ഇരിക്കത്തുള്ളൂ. അപ്പം ഞാനൊരു 4 പച്ചമുളക്. ഇപ്പോൾ എരിവ് കൂടുതൽ വേണമെന്ന് തോന്നുവാണെങ്കിൽ ഇട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇത് ഉണ്ടാക്കാൻ പോകുന്നത് നെയ്യിലാണേ. നെയ്യ് ഒഴിച്ചേച്ചാ ഇത് ചെയ്യുന്നത്. അപ്പം നെയ്യോ അല്ലെങ്കിൽ അതല്ല റിഫൈൻഡ് ഓയിൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ ഉള്ളത് കുറച്ച് ഫ്രഷ് ക്രീമാണ്. ഇതിനൊരു ഓപ്ഷൻ പാടാട്ടോ, അത് തന്നെ മേടിച്ചേ പറ്റത്തുള്ളൂ. ഒരു ചെറിയ ബോട്ടിൽ മേടിച്ചാൽ മതി. പിന്നെ ഉള്ളത് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പനീറിൻ്റെ കൂടെ ചേർന്ന് പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത് മല്ലിയിലയും, പിന്നെ ഉള്ളത് കസൂരി മേത്തി, അതായത് നമ്മുടെ ഉലുവയുടെ ഇല. ഇത് തന്നെയാണ് നമുക്ക് ഇതിനൂടെ ചേരുന്നത്. പിന്നെ വേണ്ടിയത് നമുക്ക് കുറച്ച് ഗരം മസാലയാണ്. ഗരം മസാല ഇങ്ങനെ ഫൈൻ പൗഡറായിട്ട് വെച്ചേക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ക്രഷ് ചെയ്തെടുക്കാം. ഏതായാലും നമ്മുടെ ഇഷ്ടം പോലെ. ക്രഷ് ചെയ്തെടുത്താനുള്ള പാടെന്നാന്നറിയാം, ഇതൊരു വെള്ളക്കറിയാണ്. അപ്പോൾ ഇതിങ്ങനെ പിരിവിരാന്ന് കിടക്കും. അപ്പോൾ അതിനേക്കാട്ടും നല്ലത് നല്ല ഫൈൻ പൗഡർ ആണെങ്കിൽ അത് കാണാനും ഒരു രസമുണ്ട്, എന്നാൽ അതിൻ്റെ ഫ്ലേവർ വരികയും ചെയ്യും. പിന്നെ കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് ഒന്ന് ഇടുന്നത് നല്ലതാണ്. അതനുസരിച്ച് ഇത് വലിയ എരിവുള്ളതൊന്നുമല്ല, പക്ഷെ എന്നാലും ഇത് കുറച്ച് ഇട്ട് കഴിഞ്ഞാലൊരു കാണാനൊരു രസമുണ്ട്, അതിനൊരു പ്രത്യേക ടേസ്റ്റ് വരും. പക്ഷെ ഇതിന് എന്തോ വറ്റൽമുളകിന് ഭയങ്കര ടേസ്റ്റ് അല്ലേ എന്നൊന്നും ചോദിക്കരുത്. ആ കറിക്കകത്ത് ഇത് കയറുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് നമ്മുടെ കയ്യിൽ ഇത് വാങ്ങിച്ചു വയ്ക്കൊന്നും വേണ്ട, ഇങ്ങനെ നമ്മുടെ വീട്ടിൽ വറ്റൽമുളക് കൊണ്ട് അത് പൊടിച്ചെടുത്താലും മതി. പിന്നെ ഇത് കുറച്ച് പശുമ്പാല. ഇത് നമുക്ക് കറിയുടെ ഗ്രേവിയുടെ നീട്ടം പോലെയാണ് നമ്മളിത് ഒഴിക്കുന്നത്, അതനുസരിച്ച് ചേർക്കുക. പിന്നെ ഉള്ളതാ പനീർ.
ഇതാ ഞാൻ പറഞ്ഞ് ഇതൊരു കുറച്ച് പനീർ ഫ്രൈ ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ സാധാ ചെയ്യാം, ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി. ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇത്രയും പരിപാടികൾ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ആദ്യം ചെയ്യേണ്ട ഒരു ജോലി എന്നാന്ന് വെച്ചാൽ കുറച്ച് സാധനങ്ങൾ വേവിക്കാനുണ്ട്. അതെന്നാന്നൊക്കെയാണെന്നറിയാമോ? ആദ്യം വേവിക്കണമെങ്കിൽ വെള്ളം ഒഴിക്കണമല്ലോ. വെള്ളം ഒഴിക്കാതെ വെക്കുകയല്ല. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട. നമുക്ക് ആ ഉള്ളി കുറച്ച് കാര്യങ്ങളൊന്ന് വേവാനുള്ളത് മാത്രം മതി. ഉള്ളിക്കൊന്നും വലിയ വേവുമില്ല. ചുമ്മാ ഗ്യാസ് കളഞ്ഞ് വെള്ളം പറ്റിച്ച് കളയണ്ടല്ലോ. അതിനേക്കാട്ടിൽ അതിനാവശ്യമുള്ള ഒഴിച്ചാൽ പോരെ. ഇതിനകത്തോട്ട് കുറച്ച് ഉള്ളി, പിന്നെ വേണ്ടിയത് ഒരു 4 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, അത് അരിഞ്ഞും വേണമെങ്കിൽ ഇടാം. പിന്നെ ഉള്ളത് ഒരു നല്ലൊരു കൈപ്പിടി അണ്ടിപ്പരിപ്പ്, പിന്നെ കുറച്ച് കസ്കസ്, ഒരു 2 സ്പൂൺ അവളവും ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ വേണ്ടിയത് എരിവ് അനുസരിച്ച് കുറച്ച് പച്ചമുളക്. ഓക്കെ, ഇത് ഒന്ന് നല്ലതായിട്ട് ഒന്ന് തിളച്ച് വേവണം. ഉപ്പ് ഇപ്പം ഇടണ്ട, കുറച്ച് കഴിയട്ടെ. ആക്ച്വലി നമ്മൾ എന്താ പറയുക, ഉള്ളി അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇട്ടേച്ചൊന്ന് അടച്ചു വെച്ചില്ലേ. അടച്ചു വെച്ചു, വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്തതെന്നാന്ന് വെച്ചാൽ നിങ്ങളോട് പറഞ്ഞില്ലാന്നേ ഉള്ളൂ. അത് ഞാൻ മിക്സിയിലൊന്ന് നല്ല പേസ്റ്റ് രൂപത്തിന് അരച്ചെടുത്തു. ചൂടായതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒറ്റയടിക്ക് അരയ്ക്കാൻ പറ്റിയല്ല. പക്ഷേ ഇത് കണ്ടോ, നല്ല രസമായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. അതിന് നെക്സ്റ്റ് ആയിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത്, നമുക്ക് അടുപ്പൊന്ന് കത്തിച്ചേച്ച്, സെയിം പാൻ തന്നെയാണ്, മാറ്റുന്നൊന്നുമില്ല. കത്തിച്ചേച്ച് ഞാൻ ഇടാൻ പോകുന്നത് കുറച്ച് നെയ്യ്. ഒരു 2 ടേബിൾ സ്പൂൺ നിറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അന്നേച്ച് എൻ്റെ ഈ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിനകത്തോട്ട് ഒഴിക്കണം. തീ ഒന്നിച്ചിരി കുറച്ചേച്ച് ഒഴിക്കാം. നെയ്ക്കകത്തോട്ട് വെള്ളം വീഴുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ്. പക്ഷെ നെയ്യ് ഒത്തിരി ചൂടാവാത്തതുകൊണ്ട് പേടിയില്ല. പക്ഷെ എന്നാലും നല്ലൊരു കട്ടി പേസ്റ്റാണ്. അതുകൊണ്ട് ഒരു ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് ഫുള്ളിങ് എടുക്കട്ടെ. ഇത് നമ്മൾ വഴറ്റിയെടുത്തതല്ല, ഈ ഉള്ളിയൊക്കെ വേവിച്ചെടുത്തതാണ്. പക്ഷെ വെന്തോന്ന് ചോദിച്ചാൽ വെന്തു. പക്ഷെ എന്നാലും ഞാൻ ഈ നെയ്യിനകത്ത് കിടന്നേച്ചേ അതിനകത്തൊരു വഴറ്റലുണ്ട്. വഴറ്റൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് വഴറ്റുന്ന ഒരു സമയമല്ല ഞാൻ പറയുന്നത്. ഈ സമയം കൊണ്ട് നമുക്ക് അടുപ്പിൽ പനീർ വേണമെങ്കിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇഷ്ടമാണ് എന്ന് ഉണ്ടെങ്കിൽ മാത്രം ആ പനീർ ഫ്രൈ ആവുന്ന ഒരു സമയമില്ലേ, അത്രയും സമയം മാത്രം ഇത് തിളച്ചാൽ മതി. പക്ഷെ എന്നാലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ ആ പനീർ ഒന്ന് വറുത്ത് ഇതും വേവുന്ന ഒരു സമയം പറഞ്ഞുതരാം. ഇപ്പം ഞാനത് ഫ്രൈ ചെയ്യാം. ഓക്കെ, ഇതിനകത്തോട്ടും ഒരു ഇച്ചിരി നെയ്ക്ക് പകരം ബട്ടർ ഉപയോഗിക്കാം, അതും നല്ല ടേസ്റ്റാണ്. ഞാൻ ഇച്ചിരി നെയ്യ് കൂടുതൽ ഒഴിക്കുന്നത് എന്നാണെന്നറിയോ, ചില പാത്രത്തിലൊക്കെ അതങ്ങ് ഒട്ടിപ്പിടിക്കും. എൻ്റെ ഈ പാനിൽ പോലും എനിക്ക് ഗ്യാരണ്ടി ഇല്ല. പക്ഷേ എന്നാലും ഇച്ചിരി നെയ്യുടെ ഒക്കെ ആ ഒരു ഓയിലി എഫക്റ്റ് വരുമ്പോഴത്തേന് അധികം പറ്റിപ്പിടിക്കാതെ പനീർ രൂപത്തിൽ തന്നെ തിരിച്ച് കിട്ടുമെന്ന് വിചാരിക്കും. ചില സമയമൊക്കെ പറ്റാറുണ്ട് കേട്ടോ, പകുതി പനീർ ഇതിനകത്തിരിക്കുന്നത്. എന്നാലും ഞാനൊന്ന് ശ്രമിക്കാം.
പനീർ ഒരുപാട് ഫ്രൈ ആക്കല്ലേ. നമുക്ക് ഈ പറഞ്ഞ പോലെ വയസ്സെന്നോരോ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും കഴിക്കാൻ കൊതിയുണ്ട്. എപ്പോഴും അവരെയും കൂടെ പരിഗണിച്ചോണം. കാര്യം ഞാൻ പാചകം പഠിച്ചപ്പോൾ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്താ പറയുക, വീട്ടിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുവാണെങ്കിൽ അമ്മയ്ക്കും അത് കഴിക്കാൻ പറ്റുന്ന രീതിയിലേ ഞാനത് ഉണ്ടാക്കാറുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് എന്താ പറയുക, ഒരുപാട് ഹാർഡ് ആക്കരുത് പനീർ. ഇപ്പോൾ തന്നെ നമ്മൾ ആ ഇട്ട പേസ്റ്റിനകത്തോട്ട് ഒരു ഇച്ചിരി ഒരു യെല്ലോയിഷ് കളർ വരുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഒഴിച്ച നെയ്യ് ഭയങ്കരമായിട്ട് നമ്മൾ ഇറച്ചിയും മീനും ഒക്കെ വെക്കുന്ന പോലെ തെളിഞ്ഞു പോരുകയല്ല. പക്ഷേ എന്നാലും ആ ഒരു മണത്തിലൊരു വ്യത്യാസം ഉണ്ടാവും. പിന്നെ ആ ഗ്രേവി കാണുമ്പോൾ നമുക്ക് ആ ഒരു മാറ്റം മനസ്സിലാവും. ഇപ്പം ഞാനിവിടെ നമ്മുടെ പനീർ വറുത്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി ഈ പനീർ ഞാനിനി ഈ ഗ്രേവിയിലോട്ട് ചേർക്കാൻ പോവാണ്. പനീർ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ഇതിലോട്ട് ചേർക്കാം. തീ നല്ല ലോ ആയിട്ട് വെച്ചോ. അന്നേച്ച് ഫസ്റ്റ് ഞാൻ ചേർക്കാൻ പോകുന്ന കുറച്ച് മല്ലിയില ആദ്യം. മല്ലിയിലയും കസൂരി മേത്തിയും ഭയങ്കരമായിട്ട് പനീറിനൂടെ കൂട്ടോ, നല്ല കോമ്പിനേഷനാണ്. ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല അല്ലേ പൊടിച്ചത്, അതുകൂടെ ചേർക്കാം. അതിൻ്റെ ഫ്ലേവർ ഒത്തിരി മുന്നിൽ നിൽക്കണ്ട, പക്ഷെ പ്ലെയിൻ ഫ്ലേവർ ആവാനും പാടില്ല. ഓക്കെ, ഇതിനകത്തോട്ട് ഇനി നമ്മുടെ പശുവും പാൽ. ഓക്കെ, ഗ്രേവിയുടെ കണക്കനുസരിച്ച് നമ്മൾ പാല് ചേർത്തേച്ചാൽ മതി. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സാ. അതിൻ്റെ ഒരു എരിവും പിന്നെ നേരത്തെ നമ്മൾ അരച്ചതിൻ്റെ പച്ചമുളക് അരച്ചതിൻ്റെ ഒരു എരിവില്ലേ, അത്രയും വരുള്ളൂ. ഇനി വേണ്ടിയത് ഒരു 1/2 പോർഷൻ നമ്മളൊരു ഫ്രഷ് ക്രീം എടുത്തിട്ട് പകുതി നമ്മളിതെല്ലാം ആയതിന് ശേഷം ചേർക്കണം. ഭയങ്കര എളുപ്പമായി സാധനം. ഒത്തിരി എരിവ് വേണ്ടാത്തവർക്ക് ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു സാധനം. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ കറിയുടെ പ്രിപ്പറേഷൻ. എന്നാ എളുപ്പമല്ലേ. ഇതൊരു ചിക്കനിൽ ചെയ്യുകയാണെങ്കിൽ ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഈ ചേർക്കുന്ന പാലിന് പകരം പാല് ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ ഉള്ളിയൊക്കെ നമ്മൾ വേവിക്കുകയല്ലേ, വേവിച്ച് അരച്ചെടുത്തതിന് ശേഷം ചിക്കൻ്റെ സ്റ്റോക്കോ ഏതെങ്കിലും ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ്. അതല്ല ഇപ്പം ഈ ചിക്കൻ ചേർത്ത സമയത്ത് പനീർ ചേർത്ത സമയത്ത് ചിക്കൻ ചേർത്താലും മതി. ഏതായാലും ഞാൻ പറയുന്നത് കുറച്ച് ചിക്കൻ വേവിച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ ഈ ടേസ്റ്റും നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് വെജിറ്റേറിയൻ എന്നില്ല നോൺ വെജിറ്റേറിയൻ എന്നില്ല, എല്ലാവർക്കും ഒരുപോലെ പോകാൻ പറ്റുന്ന ഒരു കറിയാണിത്. അപ്പം ഈ ഇത്രയും സോഫ്റ്റായിട്ടും ഇത്രയും എളുപ്പത്തിൽ ഉണ്ടാക്കിയ കറി എന്ന് പറയുന്നത് നവാബി പനീർ കറിയായിരുന്നു. ഇത് നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി ഇഷ്ടംപോലെ കഴിക്കാറുണ്ട്, എൻ്റെ പിള്ളേർ കഴിക്കാറുണ്ട് കേട്ടോ. ഇനി എല്ലാ റെസ്റ്റോറൻറ്റ്സിലും ഇതുപോലെ തന്നെ ഉണ്ടാക്കണം എന്നില്ല, പക്ഷേ ഞാൻ പറയുന്ന പോലെ ഒരു ബേസ് നമുക്ക് അറിഞ്ഞിരുന്നാൽ ഇതിൻ്റെ ഫ്ലേവേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻറ്റ് മാറ്റുന്നതനുസരിച്ച് പുതിയ ഡിഷസായി മാറുക ചെയ്യുക. ഇതൊരു ബേസ്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങളുടെ ഫ്ലേവർ മാറ്റാം, നിങ്ങളുടെ എന്താ പറയുക ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നതനുസരിച്ച് ഡിഷിൻ്റെ പേര് മാറ്റാം. അത് അങ്ങനെയാണ് നമ്മൾ പുതിയ പുതിയ ഡിഷസ് കണ്ടെത്തുന്നത്. അതൊരു നല്ല കാര്യമല്ലേ. അതുകൊണ്ട് വെജിറ്റേറിയൻകാർക്ക് നോൺ വെജിറ്റേറിയൻകാർക്ക് ഇന്ന് പരാതിയില്ല എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഒട്ടും പരാതി വരാനും പാടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത് BK ഹരിനാരായൺ സാറാണ് വരാൻ പോകുന്നത്. അപ്പോൾ പിന്നെ എത്ര ദിവസമായി ഒരു പാട്ട് അല്ലേ, ആനീസ് കിച്ചണിൽ പാട്ടില്ലാത്ത ഒരു സന്തോഷവും എന്താ പറയുക, സംഗീതമാണ് നമ്മുടെ ജീവിതം. എല്ലാവർക്കും അല്ലേ, ഒരു സ്ട്രെസ്സ് കയറുമ്പോഴോ അല്ലെങ്കിൽ ഒരു ടെൻഷൻ പിടിച്ചിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുന്ന സമയത്തോ മ്യൂസിക് ക്യാൻ ഡു മാജിക് അല്ലേ.
നമ്മൾ എന്ത് റിലാക്സ് ആവും. അതേപോലെയാണ് നമ്മുടെ ആനീസ് കിച്ചണിലൊരു ഇങ്ങനെയും എന്താ പറയുക ആൾക്കാർ വരുമ്പോൾ നമുക്കുണ്ടാവുന്ന സന്തോഷം, എൻ്റെ പ്രേക്ഷകർക്ക് ഉണ്ടാവുന്ന സന്തോഷം, എല്ലാവർക്കും സന്തോഷം ഉണ്ടാവട്ടെ. അടുക്കള വൃത്തിയാക്കാൻ സമയം വേണമല്ലോ. ഒരു ബ്രേക്ക് പ്ലീസ്. ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരു നീ, നമസ്തേ സർ. നമസ്തേ സർ. എണീക്കരുത് പ്ലീസ്. വേണ്ട, അത്ര ഒന്നുമില്ല. ഞങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. എന്നാന്നറിയാവോ, ആനീസ് കിച്ചണിലെ പ്രേക്ഷകർക്കും എനിക്കും പാട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രേസാ ഉള്ള സത്യം പറയാം. പക്ഷെ ആക്ച്വലി ആനീസ് കിച്ചണൊക്കെ ആദ്യം തുടങ്ങിയപ്പോൾ തന്നെ പാട്ട് വെച്ചിട്ടൊക്കെ ഉള്ള പാചകമായിരുന്നു. പിന്നെ അതെല്ലാം കയ്യിൽ നിന്ന് പോയി, അത് വേറെ കാര്യം. പക്ഷേ സാർ വന്നപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പൊ ആക്ച്വലി പറയുന്നത് അത്യാഗ്രഹമാണോന്നോ ഒന്നും തോന്നല്. സാറിന്റെ ഒരു പാട്ടിലെ ഉയിരിൻ നാഥനെ അതൊന്നും ഞങ്ങക്ക് പാടിത്തരൂ പ്ലീസ്. അത് ചേച്ചി ഞാൻ വേറെ ഒന്നുമല്ല, പാടാൻ എനിക്കറിയില്ല. അങ്ങനെ പറയല്ലേ, ഇത്രയും നല്ല വോയിസ്. ശ്രുതി അങ്ങനെ അല്ല, ശ്രുതി താളമൊന്നുമല്ല. പക്ഷെ ഉയിരിനാഥനെ പണ്ട് ഞാൻ ഒരിക്കൽ ഒരു എൻ്റെ തൃശ്ശൂരുള്ള ഒരു വിമൻസ് കോളേജിൽ പോയിട്ട് ഞാൻ അവിടെയുള്ള കുറേ പെൺകുട്ടികളായിരുന്നു മുമ്പിൽ ഇരുന്നിരുന്നത്. അപ്പൊ പാടാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് അവര് സമ്മതിച്ചില്ല. ഞാനൊരു പാട്ട് പാടി. അപ്പം പാട്ട് പാടിയിട്ട് അതാരോ വീഡിയോ ഒന്നും എടുക്കില്ല എന്ന് ഞാൻ വിചാരിച്ചേ. വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അതൊരു മ്യൂസിക് ഡയറക്ടറുടെ കയ്യിലെത്തി. പുള്ളി നേരെ മൊബൈലെടുത്തു, ഇങ്ങനെ കാണിച്ചു. ഇത് നിന്റെ തന്നെ അല്ലേ? നോക്കിപ്പോ എന്റെ വൃത്തികെട്ട, പുള്ളി മ്യൂസിക് ചെയ്ത പാട്ടാണ്. എന്റെ വൃത്തികെട്ട ശബ്ദം, എന്റെ വൃത്തികെട്ട മോന്ത. ഇത്ര ആയിട്ടില്ല ചേച്ചി, അല്ലെങ്കിൽ അത് പറഞ്ഞിട്ട് എങ്ങനെ രക്ഷപ്പെടായിരുന്നു. നല്ല ബേസ് അല്ല, അത് കുഴപ്പം. അത് പക്ഷെ പാടാൻ പറ്റൂല ചേച്ചി. ഞാൻ വേറൊരു പാട്ട്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പാട്ട്, ഞാൻ 2 വരി പാടാം. ആ ട്യൂണാണെന്ന് പറയും. തിരുവേഗപ്പുറയുള്ള ഭഗവാനൊരു നാൾ ഗൗരി എന്നൊരുത്തിയെ കിനാവ് കണ്ടു. മകയിര പൂനിലാവിൽ ദശപുഷ്പങ്ങളും ചൂടി മാങ്കൊമ്പിൽ പൊന്നൂഞ്ഞാൽ ആടിയാടി. തിരുവേഗപ്പുറയുള്ള ഭഗവാനൊരു നാൾ ഗൗരി എന്നൊരുത്തിയെ കിനാവ് കണ്ടു. ഞാൻ വിഷ്വൽ ചെയ്തേട്ടോ ഭഗവാന്റെ നല്ല ശുദ്ധമായ പ്രണയത്തെ. സ്വന്തം പടം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പാട്ട് എഴുതാൻ വേണ്ടി കൊടുത്തപ്പോ പി ഭാസ്കരൻ എന്ന് പറയുന്ന പാട്ടെഴുത്തിന്റെ ചക്രവർത്തി സ്വന്തം സിനിമ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ മാറിയിട്ട് 5 മിനിറ്റ് കൊണ്ട് എഴുതി കൊടുത്ത് രാഘവൻ മാഷ് ഈണമിട്ട് ജാനകിയമ്മ പാടിയ പാട്ടാണിത്. എന്ത് രസമാണ്. അപ്പൊ സാറ് പാടുമ്പോ ഉണ്ടല്ലോ ഭഗവാന്റെ ശുദ്ധ പ്രണയം ഭയങ്കരമായിട്ട് വിഷ്വലൈസ് ചെയ്യാൻ. എന്നെ ഹരി എന്ന് വിളിച്ചാൽ മതി, അതാണ്. ഐ ഷുഡ് ഗിവ് യു ദ റെസ്പെക്ട്. അയ്യോ, എന്നാലും ഞാൻ ശ്രമിക്കാട്ടോ ശരിക്കും. ഇതിലേക്ക് ഐ മീൻ എങ്ങനെയാണ് ഒരു എന്താ പറയാ കവിത എഴുതാനോ അല്ലെങ്കിൽ ഇതൊക്കെ നമ്മുടെ ഇൻബോൺ ആണോ അതോ? സത്യം എനിക്ക് ആ ഒരു കെമിസ്ട്രി മനസ്സിലാവാഞ്ഞിട്ട് ഞാൻ ചോദിക്കുക. ചിലർ പറയുമല്ലോ നമുക്ക് ദൈവം തന്ന തമ്പുരാന്റെ കഴിവാണ് എന്ന് പറയും. അത് ഇൻബോൺ ആയിട്ട് നമുക്ക് ചെറുപ്പനാൾ മുതലാണോ, എങ്ങനെ അത്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ചേച്ചി, ഞാൻ ഒരു സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തെ അല്ലെങ്കിൽ വളരെ ചെറുപ്പത്തിൽ സ്കൂളിൽ എത്തുന്നതിന് മുമ്പേ ഇങ്ങനെ അക്ഷരശ്ലോകം എന്ന് പറയുന്നതുണ്ടല്ലോ, അത് എൻ്റെ ചെറിയച്ഛന്മാർ എന്നെ പഠിപ്പിച്ചിരുന്നു. ഇപ്പം നമ്മുടെ വീട്ടിൽ പലരെയും ഇപ്പം നമുക്ക് മുതിർന്നവർക്ക് ക്രിക്കറ്റ് ആണ് താല്പര്യമെങ്കിൽ കുട്ടികളെ ക്രിക്കറ്റ് പഠിപ്പിക്കുന്നു, ഫുട്ബോൾ. അതുപോലെ എന്നെ ഇതാണ് പഠിപ്പിച്ചത്. അപ്പം അതിൻ്റെ ഒരു അവിടുന്നായിരിക്കാം എനിക്ക് തോന്നുന്നത് ഈ വരികളോടും വാക്കുകളോടുള്ള ഒരു ഇഷ്ടം തോന്നുന്നു. 9ൽ പഠിക്കുമ്പോഴാണ് ഒരു മാഗസിനിൽ കവിത വരുന്നത്. അതായത് ആ സമയത്ത് ഞാൻ മൃദംഗം പഠിക്കുന്നുണ്ടായിരുന്നു. മൃദംഗം പഠിക്കുമ്പോൾ ഈ മൃദംഗത്തിന്റെ ലെസൺസ് എഴുതി തരുന്ന പുസ്തകം നോക്കിയപ്പോ മാഷ് ഇങ്ങനെ മറച്ചു നോക്കിയപ്പോ അതിൽ മുഴുവൻ എന്തൊക്കെയോ കുത്തി കുറിച്ചിരിക്കുന്നു. അപ്പൊ ഞാൻ ഈ മൃദംഗത്തിന്റെ പോസ്റ്റർ കണ്ടിട്ടില്ലേ ചേച്ചി, ഇങ്ങനെയല്ല. അപ്പൊ ഞാൻ ഒന്നുകൂടി കുനിഞ്ഞു, കാരണം പുള്ളിക്ക് അടിക്കാൻ എന്റെ പുറം തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോ പുള്ളി ഇങ്ങനെ ചെവിയിൽ പിടിച്ചു, വളരെ മൈൽഡായിട്ടാണ് പിടിച്ചത്, സോഫ്റ്റ് ആയിട്ടാണ് പിടിച്ചത്.
എണീക്കൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എണീറ്റു. എന്നാലും 5-ലോ 6-ലോ പഠിക്കുന്നത്. ഈ പുസ്തകം എടുത്തു, അതെടുക്കാൻ പറഞ്ഞു. എന്നിട്ട് അടുത്ത ഒരു വീട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പം പിന്നല്ലാതെ ഇങ്ങനെ എങ്ങോട്ടാ കൊണ്ടുപോകണമെന്ന് അറിയില്ലല്ലോ. ഇതിങ്ങനെ ചെവിന്ന് കൈ വിട്ടിട്ടില്ല, വേദനയൊന്നുമില്ല. ഇതിങ്ങനെയായിട്ട് ഈ പുസ്തകം പിടിച്ചിട്ട് നടക്കുക. നടന്നപ്പോൾ അടുത്ത വീടിൻ്റെ മുകളിൽ കാമധേനു എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ സംസ്കൃതത്തിലാണ്. അതെനിക്ക് വായിക്കാൻ അന്ന് 5ാം ക്ലാസ്സിൽ നമുക്ക് സംസ്കൃതം ആയതുകൊണ്ട് അറിയാം. മുകളിൽ കൊണ്ടുപോയി. അപ്പോൾ ഒരാൾ ഇരിക്കുന്നുണ്ട്. അപ്പം എൻ്റെ മൃദംഗം ഗുരുനാഥൻ്റെ പേര് അദ്ദേഹം ഇപ്പം ഇല്ല, ഇ പി നാരായണ പിഷാരടി എന്നാണ്. അദ്ദേഹത്തിൻ്റെ പരാജയപ്പെട്ട ഒരു ശിഷ്യനാണ് ഞാൻ. വിജയിച്ച ഒരുപാട് ശിഷ്യന്മാരുണ്ട്. അപ്പോൾ ഞാൻ അധികം കാലം പോയില്ല. അപ്പോൾ ഇവിടെ ചെന്ന് ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് മാഷ് ഈ സാധനം കൊണ്ടുപോയിട്ട് വളരെ ഭവ്യതയോടെ ഇരിക്കുന്ന ആളുടെ അടുത്ത് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഏട്ട ഇതൊന്ന് നോക്കൂ. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഏട്ടനാണ്. അദ്ദേഹം സംസ്കൃത പണ്ഡിതനാണ്, ഭരത പിഷാരടി. പിന്നെ ഈ മാഷ് പോയി. ഇദ്ദേഹത്തിനെ ഞാൻ ആദ്യമായിട്ട് കാണുക. അപ്പം ഇങ്ങനെ താഴെ ഒരു നിലത്ത് ഞാൻ ഇരിക്കുന്നു, ഇദ്ദേഹം ഒരു ചെയറിലിരിക്കുന്നു. എന്നിട്ട് ഇങ്ങനെ പിടിച്ച് എന്നോട് നോക്കി. എന്നിട്ട് ചോദിച്ചു, ഇതെന്താണ്, പത്ര റിപ്പോർട്ടാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല. അല്ല എന്താന്ന് വെച്ചു, കവിത എന്ന് വിചാരിച്ച് എഴുതിയതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി അത് മേടിച്ചിട്ട് ഇങ്ങനെ തിരുത്തി കേക എന്ന് പറയുന്ന വൃത്തം പഠിപ്പിച്ച് എന്നെ കൊണ്ട് ഇങ്ങനെ എഴുതി, ചിട്ട വരുത്തി. എന്നിട്ട് എഴുതി അത് വന്നു. അപ്പൊ ഈ ചിട്ട വരുത്തി 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 ഞാൻ നോക്കുമ്പോ എന്താ വെച്ചാൽ എന്റെ വാക്കുകൾ ഓരോന്നായിട്ട് ഔട്ടായിക്കൊണ്ടിരിക്കുക. എന്റെ വാക്കൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു കവിത വന്ന, അതാണ് ആദ്യത്തെ ഒരു കവിതയുടെ എക്സ്പീരിയൻസ്. ഓക്കെ. അല്ല, അപ്പൊ ശരിക്കും ഞാനിപ്പോ ആലോചിക്കും, ഈ ശരിക്കും വാക്കുകൾ നമുക്ക് ഇപ്പൊ അതിന്റെ ചിട്ട രീതികളെല്ലാം പഠിച്ചു എന്ന് തന്നെ വിചാരിച്ചല്ലോ. അപ്പൊ ശരിക്കും വാക്കുകൾ ഒന്നിന് പുറകെ ഇങ്ങനെ വരാനും, അത് റൈമിങ് ആയിരിക്കണം ചില സമയം, അങ്ങനെയൊക്കെയല്ലേ അത് നമ്മൾ ശരിക്കും അതെങ്ങനെ ക്രിയേറ്റ് ആവുന്നത്? ഇത് ചോദിക്കുന്നത് അതൊരു ശീലമല്ലേ. ഇപ്പോ ഈ ക്യാമറയിൽ ബിഹേവ് ചെയ്യുന്നത് ചേച്ചിയുടെ ഒരു ശീലം ഉണ്ടാവുമല്ലോ, അത്രയും സ്വാഭാവികമായിട്ട് ചെയ്യുക എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഇതാണ് നമ്മളൊരു ഇടം, അല്ലെങ്കിൽ ഇതാണ് എന്ന് വരുമ്പോ ഒരു അതിനോടുള്ള ഒരു പാഷൻ ഉണ്ടാവില്ലേ. അപ്പൊ നമ്മൾ ഒരുപാട് നമ്മൾ വായിക്കും, വേറെ ആൾക്കാർ ചെയ്തത് കാണും, ഇതുപോലെ നമ്മളെ തെറ്റി വീണ് കഴിഞ്ഞാൽ പഠിപ്പിച്ച അത് എല്ലാ പ്രോസസ്സിലും അത് ഉണ്ടാവുമല്ലോ ചേച്ചി. അങ്ങനെയുള്ളത് അങ്ങനെ വന്നതാ തീർച്ചയായിട്ടും. അപ്പൊ ഈ പാട്ട് എഴുതുമ്പോഴോ അല്ലെങ്കിൽ കവിത എഴുതുമ്പോഴോ ഒക്കെ അതിന് പ്രത്യേക മൂഡ് ക്രിയേഷൻ അങ്ങനെയൊക്കെ ഉണ്ടോ? നമ്മുടെ കവിത എഴുതുമ്പോ ഒരു ഓൺ മൂഡാണ്. പക്ഷെ പാട്ടറിയാലോ ചേച്ചി, അതിൽ ഒരുപാട് സിനിമയിലൊക്കെ ചെയ്യുമ്പോൾ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കും, ഡയറക്ടറുടെ ഒരു സജഷൻസ്, നരേഷൻ ഉണ്ടാവും, സിറ്റുവേഷൻ പറയും, മ്യൂസിക് ഡയറക്ടറുടെ ഈ ട്യൂൺ ഉണ്ടായിരിക്കും, അതിനാണല്ലോ നമ്മൾ എഴുതുന്നത്. പിന്നെ ഡെഫിനറ്റ്ലി നമുക്ക് സിനിമയിലാണെങ്കിൽ അത് അറിയാലോ, അത് സമയം എന്ന് പറയുന്നത് വളരെ വളരെ ഇതല്ലേ, ലിമിറ്റഡ് അല്ലേ. ടൈം എന്ന് പറയുന്നത് വളരെ പ്രഷ്യസ് അല്ലേ. അപ്പോൾ ആ ടൈം അനുസരിച്ച് നമ്മൾ ചെയ്യേണ്ടി വരും. അതേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ ചില സമയത്തൊക്കെ ഒരു ട്രെൻഡിങ് പോലെയല്ലേ, ഒരു പാട്ട് എഴുതുമ്പം ആ സിനിമയിൽ വൈറൽ ആവണം എന്ന് പറഞ്ഞിട്ട് ഒരു മസ്റ്റ് വെക്കാറില്ലേ? ആ ടൈമിലൊക്കെ എന്താ ചെയ്യാ? അതിനോടുള്ള ഒരു പ്രഷറാണോ? അത് നമ്മുടെ കയ്യിലല്ലല്ലോ. എന്താന്ന് വെച്ചാൽ ഒരിക്കൽ സിദ്ദിഖ് സാർ ഇങ്ങനെ മരിച്ചുപോയ സിദ്ദിഖ് സാറ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, നമ്മൾ 2-3 പടം ഹിറ്റ് അടിച്ചാലും നമ്മൾ അടുത്ത പടം ചെയ്യുമ്പോൾ എങ്ങനെ ഹിറ്റ് ആവുക. ഹിറ്റിനൊരു ഫോർമുല ഇല്ലല്ലോ ചേച്ചി. അതല്ല അതിൻ്റെ ഒരു വൈറലിനൊരു ഫോർമുല ഇല്ലല്ലോ, അത് സംഭവിക്കുന്നതല്ലേ. നമ്മൾ വൈറലാവാൻ വിചാരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്കൗട്ട് ആവണമെന്നില്ല. അപ്പം എനിക്കങ്ങനെ അതാ സംഭവിക്കുന്നതാണ്. ആക്ച്വലി നമ്മളിപ്പോ പറഞ്ഞ പോലെ ഇപ്പം വളരെ ചെറുപ്പത്തിലാണ് ഇതെല്ലാം എഴുതാനും ഒക്കെ ആ ഒരു ശീലം ഉള്ളിൽ വന്നതെന്ന് പറഞ്ഞു. ശരിക്കും അത് പ്രൊഫഷണലി ആ കുഞ്ഞുനാൾ മൂലം ഇപ്പം നമ്മൾ പഠിച്ച് ഡോക്ടർ ആവാം, അല്ലെങ്കിൽ ഇപ്പൊ ഇത് നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമുക്കൊരു പാട്ടുകാരനായി മാറണം, അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. കുറേ പണികൾ ചെയ്തിട്ടുണ്ട്. അതായത് ഡിഗ്രി ഫിസിക്സ് ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് CA അത് പകുതിയാക്കി, അതവിടെ നിർത്തി. പിന്നെ ജേർണലിസം ചെയ്തു, അത് പകുതിയാക്കി, അത് തീർത്തു. KSRTC കണ്ടക്ടറായിട്ട് ജോലി ചെയ്തിരുന്നു, ജോലി കിട്ടിയിട്ട് ഇങ്ങനെ പലതും ചെയ്തിട്ടുണ്ട്. അതിലും ചെയ്തു. അപ്പൊ അത് ഉപേക്ഷിച്ചോ? അത് ഉപേക്ഷിച്ചു, എല്ലാം ഉപേക്ഷിച്ചു. ഇപ്പൊ ഇത് തന്നെ ഉള്ളൂ. അപ്പൊ ഭഗവാന്റെ തീരുമാനം ഇതിലോട്ട് തന്നെ ഉറക്കാനായിരുന്നു? അറിയില്ല. അല്ല, ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു വരുമാനം, നിത്യ വരുമാനം, അതൊക്കെ ആകുമ്പോ കണ്ടക്ടർ അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് നമുക്കൊരു വരുമാനം തരുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പം ശരിക്കും പറഞ്ഞാൽ അതൊക്കെ വിട്ടിട്ടൊക്കെ വരുമ്പോ ഒരു എന്താ പറയാ, നമ്മുടെ ഭയങ്കര പ്രശ്നം. വീട്ടുകാർക്കൊക്കെ ആ പ്രശ്നം ഉണ്ടായിരുന്നു, ഇത് എങ്ങോട്ടാണ് പോകുന്നത്, എല്ലായിടും. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, നമ്മൾ ഈ ആദ്യത്തെ സിനിമ ബി ഉണ്ണീഷൻ സാറിന്റെ ദ ത്രില്ലറാണ്. അപ്പൊ അത് ചെന്നൈയിൽ പോയിട്ടാണ് എഴുതിയത്. അപ്പം നമുക്ക് സിനിമയിലൊക്കെ എഴുതി എന്നൊക്കെ പറഞ്ഞ ആവേശത്തോടു കൂടിയിട്ട് നമ്മളിങ്ങനെ വരുമ്പോൾ
എന്റെ വീട്ടുകാരുടെ ഒക്കെ ഒരു മുഖഭാവം കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്തോ കുറ്റം ചെയ്ത അല്ല എന്തോ കഞ്ചാവ് കേസിൽ പിടിച്ചിട്ട് 10 ദിവസം റിമാൻഡ് കഴിഞ്ഞിട്ട് ഞാൻ ജയിലിൽ നിന്ന് വന്നപ്പോ ഉള്ള ഒരു ഫീലായിരുന്നു അവർക്ക്. വേറെ അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെ ഒരു പ്രൊഫഷൻ അതെന്താണെന്ന് അറിയില്ല. ഇതാണെങ്കിൽ ഒരു പഠിച്ചതൊന്നും മുഴുവനാക്കുന്നില്ല എന്നുള്ളൊരു ഇവൻ എവിടെ പോകുന്നു, ഈ പോക്ക് പോയാൽ രക്ഷപ്പെടുവോ. അതും ഞാനും പാട്ടെഴുത്തും അങ്ങനെ ഒരു എൻ്റെ ഒരു ആഗ്രഹത്തിന്റെ ഭാഗമായിട്ട് വന്നതൊന്നല്ല. വളരെ എങ്ങനെയൊക്കെയോ തട്ടിത്തിരിഞ്ഞതിലേക്ക് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പാട്ടെഴുത്ത് കാരണമാവണമെന്ന് ഒരു കാലത്ത് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. വന്നു. അപ്പൊ അതെങ്ങനെ ആ ഒരു സാഹചര്യം വന്നേ? അത് യാദൃശ്ചികമായിട്ട് ഫ്രണ്ട്സ് കാരണമാണ്. ഈ നമ്മള് അങ്ങോട്ട് ആ സജഷൻ വെച്ചിട്ടുണ്ടോ അതോ നമ്മുടെ കഴിവിനെ മനസ്സിലാക്കി? നല്ല ലെമൺ ജ്യൂസും സുഖിയനും പാട്ടെഴുത്തുകാരനാക്കിയ ഒരാള്. കാരണം എൻ്റെ കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കുന്നംകുളത്ത്. അപ്പൊ ഞാനത് തൽക്കാലം ജോലിയൊക്കെ ഇല്ലാതിരിക്കുന്ന അങ്ങനെ ഒരു ഗ്യാപ്പില് അവിടെ കുന്നംകുളത്താണ് എൻ്റെ വീട്. ഇട്ടിമാണി ഹോസ്പിറ്റലുണ്ട്. അതിൻ്റെ ക്യാൻറ്റീനിൽ നല്ല സുഖീനും ലൈം ജ്യൂസും കിട്ടും. അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബൈക്കിൽ കയറിയിട്ട് അവിടെ പോവും. അവിടെ ഇരുന്ന് വർത്തമാനം പറയും. അപ്പം അവിടെ ഒരു ഉണ്ണി എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ പുള്ളിയുടെ ഒരു ആൽബം സെറ്റ് ചെയ്യായിരുന്നു ഇസ്റ്റോസിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ഇപ്പം എൻ്റെ ഈ ഫ്രണ്ട് ഗിറ്റാർ വായിക്കുന്ന ആളാണ്, എന്നെ കൊണ്ടുപോയ ആൾ. അപ്പോൾ അവിടെ ചെന്ന് അവർ ട്യൂണൊക്കെ ചെയ്ത് അവർക്ക് ആരുടെയോ പാടാനുള്ള ഡേറ്റ് കിട്ടി. പക്ഷേ ലിറിക്കായിട്ടില്ല. അങ്ങനെ ലിറിക്ക് എഴുതേണ്ട ആൾക്ക് അന്ന് പിന്നീട് പുള്ളി അന്ന് അവൈലബിൾ ആയില്ല. അപ്പം എന്നോട് എഴുതാമോ എന്ന് ചോദിച്ചു. ഞാനിങ്ങനെ എനിക്ക് ഈണത്തിനൊന്നും എഴുതി പരിചയമില്ല. അങ്ങനെ ട്രൈ ചെയ്ത് കഷ്ടപ്പെട്ട് ഞാൻ ആ ഒരു പാട്ട് പൂർത്തിയായി. ആ സമയത്ത് ടൈം ലിമിറ്റ് ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ അതും നിർത്തിയേനെ. അത് വർക്കൗട്ടായി. അങ്ങനെ അതിലൊരു 4 പാട്ട് എഴുതി. വേറൊരു സുഹൃത്തിൻ്റെയും ആൽബത്തിൽ അങ്ങനെ എഴുതി. അപ്പം ഈ സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഈ ഉണ്ണി ആയിട്ട് കമ്പനി അവനും വലിയ പണിയൊന്നുമില്ല, എനിക്കും വലിയ പണിയൊന്നുമില്ല ആ സമയത്ത്. അപ്പം ഇങ്ങനെ ഓരോ നമ്മൾ പറയില്ലേ ചേച്ചി വേറെ ഒന്നും പണിയില്ലാതിരിക്കുമ്പോൾ അവൻ വിളിച്ചിട്ട് ഒരു ട്യൂണുണ്ടോ ഒന്ന് എഴുതി നോക്കുന്നോന്ന് ചോദിക്കും. ഒന്നിനുമല്ല. അങ്ങനെ ദിവസവും എഴുതി ചുമ്മാ. അതിൽ വേറെ ഒരു സിറ്റുവേഷനും ഒന്നുമില്ല. ദിവസവും ഈ പരിപാടി ചെയ്ത് അതൊരു എക്സ്പീരിയൻസ് ആയി. ആ സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട്, അവനിപ്പോൾ എൻ്റെ കൂടെ ഇല്ല, അവനാണ് സിനിമയിലേക്ക് എന്നെ കൊണ്ടുവന്ന് ജയൻ എന്ന് പറഞ്ഞിട്ട്. ജയൻ അന്ന് ഉണ്ണിസാറിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു. ഉണ്ണികൃഷ്ണൻ സാർ. ജയൻ ഉണ്ണിസാറിന് എന്നെ പരിചയപ്പെടുത്തി. അങ്ങനെ ദ ത്രില്ലറിൽ എഴുതി. ഇപ്പം അന്യഭാഷ എന്നുള്ള പാട്ടുകൾ നമുക്ക് എഴുതാൻ വരുമ്പോൾ ചില പാട്ടുകൾ നമുക്ക് ശരിക്കും മലയാളത്തിൽ കേൾക്കുമ്പോൾ ചില സമയത്ത് കോമഡി ആയിട്ട് ഫീൽ ചെയ്യും അല്ലേ? അതിന് നമ്മൾ ശരിക്കും അതിന്റെ അവരോട് സിറ്റുവേഷൻ ചോദിച്ച് അർത്ഥം മനസ്സിലാക്കി അങ്ങനെ എഴുതുക. ചേച്ചി ഞാൻ ഈ പരിപാടി ചെയ്യാറില്ല. ചെയ്തിട്ടുണ്ട് അപൂർവം. ഈ ഡബ്ബിംഗ് പാട്ടിൽ ഞാൻ 1-2 സിനിമയ്ക്ക് എഴുതിയിട്ടുള്ളൂ. ഇതിലൊരു എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കുന്ന ആളുകളില്ലേ, അവരെ നമ്മൾ പൂവിട്ട് പൂജിക്കണം ചേച്ചി. എന്തുകൊണ്ടാണെന്നറിയോ? ഇപ്പൊ തെലുങ്കിലാണ് ഒരു ട്യൂൺ തന്നു. ആ ട്യൂണിന്റെ സൗണ്ടിങ് അവര് നോക്കണം, ഈ അർത്ഥം നോക്കണം, ഈ ലിപ്പും നോക്കണം. ഈ ലിപ്പ് തെലുങ്കിലായിരിക്കും പറഞ്ഞിരിക്കുന്നത്. അതിനനുസരിച്ച് മലയാളമായിട്ട് സിംഗ് ആവണം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ എഴുതുന്നവരോട് എനിക്ക് ഭയങ്കര റെസ്പെക്ട്. എന്നെ കൊണ്ട് അത് പറ്റൂല. ഞാൻ സിജു തുറവൂരൊക്കെ കണ്ണിൽ കർപ്പൂര ദീപമോ എന്നുള്ള അതത്രയും സ്ട്രെയിനിലാണ് അവർ എഴുതുന്നത്. അവർക്ക് ഇതിന്റെ അപ്പുറത്തേക്ക് കവിത എഴുതാൻ അറിയാഞ്ഞിട്ടല്ല. പക്ഷെ ഈ ലിപ്പ് സിങ്ക് ചെയ്യണം. ലിപ്പ് തെലുങ്കായിരിക്കും പറഞ്ഞിരിക്കുന്നത്. ആശയം സിങ്ക് ചെയ്യണം, ട്യൂൺ സിങ്ക് ചെയ്യണം, സൗണ്ടിങ് ഓക്കെ. നമ്മള് ചുമ്മാ എഴുതുന്നതിനെക്കാട്ടിലും ഡബിൾ പെയിൻ ആണ് അതിനെ പറ്റി. ഡബിങ് സോങ് എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെയിനാണ്. പക്ഷെ അവർക്ക് കിട്ടുന്നത് അങ്ങനെ എഴുതുമ്പോൾ ചിലപ്പോൾ കിട്ടുന്നത് ഈ ഇത്തരം തെറിവിളികളായിരിക്കും. എന്നാ ദൈവനമ്പരാനെ ഞാൻ മാപ്പ് ചോദിക്കുന്നത്. കാര്യം എന്താന്ന് വെച്ചാൽ നമുക്കത് കേൾക്കുമ്പോൾ ഓഡിയൻസിന് അതിന്റെ ഉള്ളിലുള്ള പെയിൻ അറിയുന്നില്ല. ഇനി പ്രേക്ഷകർക്ക് അഥവാ എനിക്ക് തോന്നിയ പോലെ ഒരു തെറ്റിദ്ധാരണ നിങ്ങൾക്കും ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റിയേക്ക് കേട്ടോ. കാര്യം എന്താന്ന് വെച്ചാൽ മിക്കവരും കളിയാക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ചില സമയം ചില വാക്കുകൾ ഞാൻ കേൾക്കുമ്പോൾ പോലും എന്തിനാ ബാക്കിയുള്ളവരെ പറയുന്നത്, നമ്മളായാലും യൂതത്തെ ഇങ്ങനെ എന്ന് നമുക്കും തോന്നിയിട്ടുണ്ട്. പക്ഷെ പിന്നിലുള്ള ഒരു പെയിൻ ഇത്രയും ഉണ്ട്. കാരണം ഈ ഇപ്പൊ ഹീറോ ആണെങ്കിൽ തെലുങ്കിലായിരിക്കും, ഇയാൾ ഈ സ്ലിപ്പ് സിങ്ക് ചെയ്യണം. അപ്പൊ അദ്ദേഹം അത് കൂടെ ഇരുന്ന് നോക്കി ഇവര് പലരും പറയണേക്കുന്നത് എങ്ങനെയാ വെച്ചാൽ ചിലപ്പോ 1-2 തവണയാണ് ഇതാക്കുന്നത്. അപ്പൊ എല്ലാ സ്ഥലത്തും ലിപ്പ് ഉണ്ടാവില്ലല്ലോ. അല്ലാത്ത സ്ഥലത്ത് എഴുതി ആ ലിപ്പുള്ള സ്ഥലത്ത് ആ ലിപ്പ് എന്താണ്. അപ്പൊ അത് ഇപ്പൊക്കെ പല സ്ഥലത്തും എല്ലാ ഭാഷയിലും
ഉള്ള ആളുകളെ, തമിഴ് സിനിമയാണെങ്കിൽ അത് തെലുങ്കിലുണ്ടാവും, കന്നഡ ഉണ്ടാവും, മലയാളം, ഇവരെ ഇരുത്തി വലിയ സ്ക്രീനിൽ ലിപ്പ് കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന സ്ഥലത്താണ് ലിപ്പ് വരണമെന്ന് 1-2 തവണ കാണിക്കും, എന്നിട്ടാണ് അവർ എഴുതേണ്ടി വരുന്നത്. തമ്പുരാനെ, ആ പെയിൻ ഞാൻ സത്യം പറഞ്ഞാൽ മനസ്സിലാക്കില്ല കേട്ടോ. അത് ഭയങ്കര പെയിനാ. സാർ എഴുതിയതിൽ എന്തെങ്കിലും ഒരു നമ്മള് എന്താ പറയാ ഇഷ്ടപ്പെട്ട ഒരു മ്യൂസിക്, ഞാനിത് പ്രതീക്ഷയിലും കുറച്ച് നന്നായി, അല്ലെങ്കിൽ ഒരു നല്ലൊരു കാര്യം പറയാനുള്ള ഏതെങ്കിലും ഒരു മ്യൂസിക് ഉണ്ട് സാർ? പ്രതീക്ഷിച്ചതും എഴുതിയതും വന്നതും ഇതിന്റെ ഒരു ഡബിൾ എഫക്ട്. പക്ഷെ നമ്മളെന്താ വെച്ചാൽ ഇത് ആ മൊമെന്റിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് അവർക്ക് എൻ്റെ മനസ്സിൽ സത്യം പറഞ്ഞാൽ അവർക്ക് ഓക്കെ ആവണേ എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ വേറെ പാട്ടുകൾ ഇപ്പോൾ വളരുമല്ലേ ചെയ്യുന്നത് ചില സമയത്ത്. ഇപ്പോൾ നമ്മൾ എഴുതുന്ന സമയം എനിക്കറിയാം ലാലേട്ടനും ശോഭനാമാമനും വേണ്ടിയിട്ടാണ് എഴുതുന്നതെന്ന് അറിയാം. കൺമണിപ്പൂവ് എഴുതുമ്പോൾ അവരൊക്കെ ഇൻപുട്സ് തന്നു, അത് മിഴിയോരം എഴുതുമ്പോഴും. പക്ഷെ അത് വേറെ രീതിയിൽ വളരുന്നുണ്ട്. അതിന് ഒരുപാട് ലാൽ സാറ്, ശോഭനാമം, പിന്നെ അത് സിനിമയുടെ വിജയം, അത് ഓരോ പ്രേക്ഷകർ, അതങ്ങനെ വളർന്നു പോവുകയാണല്ലോ ചെയ്യുന്നത്. സത്യം. ഈ നമ്മൾ ഈ ചില സമയത്തൊക്കെ അല്ല, എന്നാലും ഉള്ളുകൊണ്ട് നമുക്കൊരു സന്തോഷം തോന്നില്ല, എന്റെ വരികൾ ഇത്രയും നന്നായില്ലേ, അങ്ങനെ അത് ഉണ്ടാവും. ഇതിലൊക്കെ ഉണ്ടാവും. ഇതിൽ ഇപ്പോൾ പഠിത്ത് പലതും ഉണ്ടാവും. ഇപ്പോൾ ഒരു കാലത്ത് ഇപ്പോൾ ഈ ഒരു കാലം തിരികെ വരും, ചെറുതൂവൽ ചിരി പകരും, തലോടും താനെ കഥ തുടരും എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ബർത്ത്ഡേക്ക് ലാൽ സാറ് അത് എഴുതിയിട്ട് പഴയൊരു ഫോട്ടോ ഇട്ടിരുന്നു അദ്ദേഹത്തിന്റെ FB പേജിൽ. അത് കാണുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടല്ലോ. പിന്നെ അപ്പൊ ആ സമയത്ത് തന്നെയാണ് ഇപ്പൊ ഈ തൃശ്ശൂർ പൂരം വരുന്ന സമയത്ത് ഈ ചാനൽ സ്ക്രോൾ ചെയ്യുമ്പോൾ എന്തൊരു ചേലാണ് നമ്മൾ എഴുതിയ വരി വരുമ്പോ അങ്ങനെ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ശരിക്കും വരികൾ അല്ലെങ്കിൽ പാട്ടുകൾ കേൾക്കുമ്പോണ്ടല്ലോ ശരിക്കും നമ്മുടെ ഒരു ഇഷ്ടം പെട്ടെന്ന് ക്യാച്ചിയാണ് എല്ലാ പാട്ടും. അത് ശരിക്കും ഞാൻ ചില സമയം ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ശ്രീനേട്ടൻ്റെ ചേച്ചി പറയുമായിരുന്നു, ശ്രീനേട്ടൻ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഒരു മൂഡ് എന്ന് പറയുന്നത് ശ്രീനേട്ടൻ സ്മോക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് ഏറ്റവും കൂടുതൽ ക്രിയേറ്റിവിറ്റി വരിക എന്ന് പറയും. അല്ല, ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഇഷ്ടമല്ല, അങ്ങനെയൊക്കെ പറയും. അപ്പം ഹരിക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഈ വരികളാണ്, പാട്ടാണ്, സ്ക്രിപ്റ്റുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. അതിനൊരു എന്താ പറയുക, ഒരു മെലഡിയസ് ആയിരിക്കണം, അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഒരു ആ മൂഡ് ക്രിയേഷൻ എങ്ങനെയാണ്? ഒറ്റയ്ക്കിരിക്കണോ, സറൗണ്ടിങ്സ് വേണം, എങ്ങനെയായാലും എഴുതും. അങ്ങനെയാണ് ശീലിച്ചു വന്നത്. ഇപ്പോൾ ഒരിക്കൽ ഒരു പാട്ടിന് ഇങ്ങനെ വരി എഴുതി കൊടുക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഉണ്ട്. അപ്പോൾ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കണം. 4 വരിയേ വേണ്ടു. പാട്ട് ഞാൻ പറയുന്നില്ല, 4 വരിയേ വേണ്ടു. അപ്പോൾ ഞാനൊരു പടം കാണാനിരിക്കുകയാണ് തൃശ്ശൂർ ശോഭാമോളിൽ. അപ്പോൾ അവിടുന്ന് വിളിച്ചു, അങ്ങനെ ഇൻ്റർവെല്ലിന് വന്നു. അപ്പോൾ നോക്കുമ്പോൾ എവിടെ എഴുതാനുള്ളൊരു സ്പേസ് കിട്ടുന്നില്ല, എല്ലാം ക്രൗഡാണ്. എൻ്റെ കയ്യിൽ അന്ന് ഈ ഹെഡ്സെറ്റ് പോലുമില്ല, ഒരു ഫോൺ, വാട്സപ്പൊക്കെ ഉള്ളൊരു ഫോൺ മാത്രം. അപ്പോൾ ഇതിലിങ്ങനെ കേൾക്കുക, അപ്പോൾ നമ്മൾ ചെവിയിൽ വെച്ചാൽ കേൾക്കും, പക്ഷേ മൊത്തം ക്രൗഡാണ്. അങ്ങനെ പല സ്ഥലത്തും മാറി മാറി നോക്കി. അപ്പോൾ ഒരു തിരക്ക് ഒഴിഞ്ഞൊരു സ്ഥലം, അവിടെ നോക്കുമ്പോൾ അവിടെ ഫീഡിങ് റൂമാണ്. അപ്പോൾ അവിടെ ആരും ഇങ്ങനെ വന്ന് അവസാനം ഈ ട്യൂണ് കേട്ടു. ടോയ്ലറ്റിൻ്റെ അവിടെ വന്ന് നിന്നു. ടോയ്ലറ്റിൻ്റെ അവിടെ വന്ന് നിന്ന് നമ്മുടെ ഈ ഇപ്പം ഞാൻ അങ്ങോട്ടാണ് നോക്കുന്നതെങ്കിൽ നമ്മുടെ കണ്ണ് വേറെ ഏതെങ്കിലും അങ്ങനെ അവിടേക്ക് ആവില്ല, നമ്മുടെ കണ്ണ് വേറെ. അപ്പൊ ഒരാൾ വന്നിട്ട് എന്തേ അവിടെ വന്നിട്ട് ഞാൻ വേറെന്തോ അയാളെ നോക്കി നിക്കാന്ന് അയാൾ വിചാരിക്കണം. എന്നിട്ട് ഞാൻ അതിന്റെ ഒരു സൈഡിൽ പോയി നിന്നിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അങ്ങനെയൊക്കെ അത് ആ സാഹചര്യം നോക്കൂ, സാഹചര്യം അങ്ങനെ വേണ്ടി വരും. അതാ, ഒരു ലോൺലി ഏരിയ ഒന്നും വേണ്ട, അതിനായിട്ട് ഒരു റൂം ക്രിയേറ്റ് ചെയ്യണ്ട. പക്ഷെ അതൊക്കെ തമ്പുരാന്റെ അനുഗ്രഹം അല്ല. അത് ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു കാലം നമുക്ക് അനുവദിക്കുന്നതാണ്. അത് എല്ലാ പാട്ടെഴുത്തുകാർക്കും ഈ അവസ്ഥയിലൊക്കെ പോയി നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ പോയിട്ടുണ്ടാവും. ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന ഏതാണ്? കവിത എഴുതുമ്പോഴാണ് ഒരു പാട്ട് എഴുതും? രണ്ടും തന്നെയാണ്. പെയിൻ രണ്ടിലും ഉണ്ടായിരിക്കും, 2 രീതിയിലായിരിക്കും, രണ്ടിലും ഉണ്ടായിരിക്കും. പക്ഷെ ആഫ്റ്റർ ഓൾ നമ്മളെ പാട്ടെഴുത്തുകാരെന്നുള്ളതാണ് നിലനിർത്തുന്നത്. ഞാനിവിടെ ഇരിക്കുന്നത് പാട്ടെഴുത്തുകാരനായതുകൊണ്ടാണ്. അത് സത്യം. അല്ല, എന്നാലും ഞാൻ ചോദിച്ചേ, അപ്പൊ അതിന് രണ്ടിനും അത് പറയാൻ പറ്റില്ല ചേച്ചി, രണ്ടിനും ഇഷ്ടമുണ്ട്. 50-50. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇന്ന് ഒരു വലിയ എരിവും ബഹളവും ഒന്നും ഇല്ലാത്ത പോലെ, അതായത് ഹരി എഴുതുന്ന പോലെ ഭയങ്കര മെലഡിയസ് ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു സോഫ്റ്റ് പാട്ടുകൾ എന്ന് പറയുന്നല്ലേ ഹരിക്ക് തരാൻ ഞാനൊരു ഇതേപോലെ വലിയ ബഹളം ഒന്നും ഇല്ലാതെ ഒരു നല്ല സോഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ഒരു ആഹാരം ഉണ്ടാക്കും. അപ്പൊ കഴിച്ചിട്ട് വർത്താനം പറയാലോ. എന്നാ വരും.
ഇത് ചൂടായിട്ട് തരാട്ടോ. പക്ഷെ വർത്താനം പറയുമ്പോൾ ചിലപ്പോ തണുത്തു പോയാലും നമുക്ക് ആദ്യം എങ്ങനെയാണ് കഴിച്ചിട്ട് പറയണം. എങ്ങനെയാലും കുഴപ്പമില്ല, വീട്ടിൽ നിന്ന് അടുത്തതാ കഴിക്കാറ്. അതെ, ഞാനൊരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. ഒരു ഇന്റർവ്യൂല് ഞാൻ കണ്ടതാണേ, ഈ കണ്ടക്ടർ ആയിരുന്ന സമയത്തെ എന്തോ ഒരു പ്രേതത്തെ കണ്ടെന്നൊക്കെ പറഞ്ഞു. ശരിയാന്ന്? ശരിക്കും കണ്ടാന്ന്? ശരിക്കും പ്രേതമല്ലേ ചേച്ചി. പിന്നെ കണ്ടക്ടർ ആയിരുന്ന സമയത്തെ ഞാൻ തൃശ്ശൂരായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഈ നമ്മൾ ഇപ്പോൾ ചില ഡ്യൂട്ടികൾ ഇപ്പോൾ അങ്കമാലി പോകണം, ഒന്ന് ഒരു ആലുവ, അത് കഴിഞ്ഞ് പിന്നെ ഒരു സ്ഥലത്ത് മറ്റേ കൊണ്ടുചെന്ന് രാത്രി നൈറ്റ് സർവീസ്. അപ്പോൾ ഈ നൈറ്റ് പോകുന്ന സ്ഥലത്തേക്ക് തൃശ്ശൂർ അപ്പുറത്തുള്ളൊരു കുറച്ച് ദൂരമുള്ളൊരു സ്ഥലമാണ്. എനിക്ക് ആ സ്ഥലം ഞാൻ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ അവിടേക്കുള്ള ഇത് തുടങ്ങുന്നത് രാത്രി 9 മണിക്ക് അങ്ങാണ്ടാണ് ബാക്കിയൊക്കെ ഈ റൂട്ട് തുടങ്ങുന്നത്. പിന്നെ പിറ്റേ ദിവസം രാവിലെ കടയെന്ന് പറഞ്ഞ് രാവിലെ 5 മണി തൊട്ട് 10 മണി വരെ ഇങ്ങനെ ഷട്ടിലടിക്കണം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെല്ലുന്ന ഒരു സ്ഥലം, അവിടെ എത്തി സ്റ്റോപ്പിലെത്തി, എങ്ങനെ അവിടെ ഇവിടെയാണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ ഇറങ്ങി. അപ്പോൾ ഇങ്ങനെ ഞാൻ അപ്പോൾ ചേട്ടാ ഇനി എന്താ പരിപാടി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു പുള്ളി വേറെ ഡ്രസ്സൊക്കെ എടുത്തിട്ടു ഡ്രൈവർ. അപ്പോൾ ചേട്ടൻ കടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ ബന്ധുവിൻ്റെ വീടുണ്ട് അവിടേക്കാ, ഞാൻ രാവിലെ പുലർച്ചെ വരാം, എന്നിട്ടേ ഇവിടെ ടോയ്ലറ്റ് ഒന്നും ഇല്ല, പുഴയുടെ അവിടേക്ക് പോകണട്ടാ, ഞാൻ വന്നിട്ടാവാം എന്ന് പറഞ്ഞു. ശരി, അപ്പം ഞാൻ ഇവിടെ കിടന്നാൽ മതി എന്ന് പറഞ്ഞു, ബസ്സിനകത്ത്. അപ്പം എനിക്ക് ഒരു പരിചയമില്ലാത്ത സ്ഥലം. അപ്പോൾ ആ ഷട്ടറൊക്കെ ഇട്ടോ എന്ന്. ഷട്ടർ ഇടുമ്പോൾ നമ്മുടെ KSRTC പല ഷട്ടറിൽ ഇതൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ ചോദിച്ചു, അപ്പം ഈ ബാഗിലെ പൈസ ഒന്നും അവിടുന്ന് കൊടുത്തില്ലേ എന്നൊക്കെ ചോദിച്ചു വീണ്ടും തന്നെ. അപ്പൊ ഇതും പിടിച്ചോ, കാരണം അന്ന് കുറച്ച് പൈസ ഉണ്ട്, നമ്മുടെ കയ്യിൽ പൈസ ഇല്ല, ഇത് പോയി കഴിഞ്ഞ് ഈ പൈസ നമ്മൾ തിരിച്ചു കൊടുക്കണം. അപ്പൊ ഞാനിങ്ങനെ നിന്നിട്ട് ഞാൻ പതുക്കെ ഇങ്ങനെ ഇത് ഇവിടെയാണെങ്കിൽ അവിടുന്ന് ഇപ്പൊ ഒരു പറമ്പിന്റെ അവിടെയാണിത്, ഇങ്ങനെ ഒരു പുക കാണുന്നു, ഇങ്ങനെ ഒരു പുക ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ നമ്മുടെ ഷട്ടർ ചേട്ടത് എന്താ അവിടെ കത്തണയെന്നു. ആ ഒന്നുമില്ലടാ ശവക്കോട്ടയാ. അപ്പൊ പറഞ്ഞു അല്ല അവിടെ ആടാ നീ അവിടെ ആ കാണുന്ന ഒരു അമ്പല. അപ്പൊ നമുക്ക് അമ്പലമൊന്നും കാണുന്നില്ല. ആ അമ്പലത്തിലെ ശാന്തിയുടെ മോള് തൂങ്ങി മരിച്ചു, ഇന്നാണ് ദഹിപ്പിച്ചേക്കണേ എന്ന് കഴിഞ്ഞിട്ട്. അപ്പൊ എന്നിട്ട് ഇങ്ങേരെ ഇറങ്ങിപ്പോയി. അപ്പൊ ഇങ്ങേരെ ഇറങ്ങിപ്പോകുമ്പോ നമ്മളതിലെ പഴയ 10 നോക്കിയ പോലത്തെ മൊബൈലാണ്. ഞാൻ ഇങ്ങനെ അടിച്ചു നോക്കിയപ്പോ ഇങ്ങനെ ഇറങ്ങിപ്പോണതിന്റെ അവിടെ ഉണ്ട് ഒരു പടം. അതൊരു ചെറിയൊരു ബസ് സ്റ്റോപ്പാ. ഈ മരിച്ച കൊച്ചിന്റെ പടം. നല്ല സുഖമല്ലേ ഇരിക്കാന്. ശരിക്കും പേടിച്ചു. ഒരു തരി പോലെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. ഫുഡിനെ കുറിച്ച് നല്ലൊരു പാട്ട് എഴുതിയിട്ടില്ലേ, കോഴിക്കോടിനെ കുറിച്ചിട്ട്? കൽബില് തേനൊഴുകണ കോഴിക്കോട്. അതെങ്ങനെ ആ ഒരു ഇങ്ങനെ മാറി മാറി പറയണല്ലോ ഭക്ഷണത്തെ കുറിച്ചും മറ്റേ ആളുകളോട് ചോദിച്ചിട്ട് അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്തോ? അല്ല, നമ്മള് കോഴിക്കോടുള്ള സുഹൃത്തുക്കളുണ്ടല്ലോ, അവരോട് ചോദിച്ചു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കോഴിക്കോട് ഞാൻ ഇടയ്ക്ക് പോകുന്ന ചേച്ചി. ഇപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്നൊക്കെ പോകുമ്പോൾ അധികം ദൂരമില്ല കോഴിക്കോട്ടേക്ക്. കോഴിക്കോട് പോകുന്നതാ, നമുക്കറിയാലോ കോഴിക്കോടൻ ഒരു അതൊക്കെ അത് വെച്ചിട്ട് എഴുതിയതാ. ഓക്കെ, അത് പക്ഷെ നല്ല കേട്ടോ, ഭയങ്കര. ഒരു കവിത ചൊല്ലിത്തരോ? പൂവിന്നു പേരിട്ടു താമരപ്പൂവിനും നീലിച്ച താമരപ്പൂവിനും പേരിട്ടു നീ ഇന്നു ചൂടുമീ താമരപ്പൂവിൻ്റെ നീലിച്ച പൂവിൻ്റെ പേരു ചൊല്ലു സഖി. എന്ത് രസല്ലേ കേട്ടുകൊണ്ടിരിക്കാൻ, എന്ത് രസം. അത് ശരിക്കും നമ്മൾ അതിലേക്ക് ഒരുപാട് ഇൻവോൾവ് ആവും. അതേപോലെ ഒരു കാര്യം ചോദിക്കണം, നമുക്കിപ്പം തുടരും ഫിലിമിൻ്റെ അകത്തെ പാട്ട് ശരിക്കും റൈമിംഗ് ആയിട്ട് എഴുതിയതാണ്? അത് റൈമിംഗ് ഉണ്ട്. അത് ഒരു ഇതുണ്ടാകുന്ന വെച്ചാൽ അത് വിഷ്വൽ കണ്ടാണ് ഞാൻ അനുപല്ലവിക്ക് എഴുതിയത്. അപ്പം നമുക്കിങ്ങനെ നമ്മുടെ ഒരു അങ്ങനത്തെ ഒരു കോംബോ അല്ലേ, അവരിങ്ങനെ നമ്മൾ കാണുമ്പോൾ ലാൽ സാറും
ശോഭന മാമും തമ്മിലുള്ള ഇതൊക്കെ ഇങ്ങനെ വാഴുമ്പോൾ അങ്ങനെ അനുപല്ലവി എഴുതി വന്നപ്പോൾ മുറ്റത്തൊരു കോണിൽ പച്ചപ്പനമ്പായിൽ എന്നൊക്കെ പറഞ്ഞ ചക്ക നന്നാക്കുന്ന സീനൊക്കെ ഉണ്ട്, ഭയങ്കര അതൊക്കെ കണ്ടിട്ടാണ് മുറ്റത്തൊരു കോണിൽ പച്ചപ്പനമ്പായിൽ എന്നൊക്കെ എഴുതുന്നത്. അപ്പൊ അതിന്റെ അവസാനം തന്നന താനാന താനന, ഞാനങ്ങനെ എന്തൊരു ചേലാണ് നെഞ്ചിലെ നേരാണ് എന്ന് പറഞ്ഞു. അത് ഇവരെ കാണുമ്പോഴത്തെ ഒരു ഫീലിലും കൂടി എഴുതിയതാണ്. അപ്പൊ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് രഞ്ജിത്തേട്ടൻ കേട്ടപ്പോ പുള്ളി പറഞ്ഞു ഇതെടുത്ത് ഫസ്റ്റിൽ വെക്കാൻ പറഞ്ഞു പ്രൊഡ്യൂസർ. അപ്പൊ അങ്ങനെ ജേക്സ് ബായി അങ്ങനെ ആക്കി എന്തൊരു ചേലാണ് നെഞ്ചില് നേരാണ്. അപ്പൊ 2 വരി കൂടി വേണം, എന്റെ കിനാവാണ് എന്തിനും നീയാണ് കൂടി. കേട്ടോ നല്ല പാട്ടാ, പറയാതിരിക്കാൻ പറ്റില്ല. കൈതപ്പുറം സാറിനെ കുറിച്ച് എന്നാ അഭിപ്രായം പറയോ? എന്താണ് അദ്ദേഹം ഇപ്പോഴും മിന്നൽ വള എഴുതുന്നു, അത് ചെറുപ്പമല്ലേ വരികളിൽ. സത്യം, എപ്പോഴും അല്ലെ ആ ഒരു ശരിയാ, ആ ഒരു യൂത്ത് എപ്പോഴും വരികളിൽ ചെറുപ്പമല്ലേ. ഏതൊക്കെ തലമുറകളുടെ കൂടെ അദ്ദേഹം വർക്ക് ചെയ്തു. ഇനിയിപ്പോ എത്ര തലമുറകൾ മുന്നോട്ട് വന്നാലും അദ്ദേഹം എവർഗ്രീൻ ആണ്. ഓക്കെ, അപ്പൊ ഇനി ഞാൻ എന്റെ ആഹാരം. ഓക്കെ, ഇത് ഭയങ്കര സോഫ്റ്റ് പനീറാണ്. ഒരു വലിയ മസാല ബഹളം എരിവ് അങ്ങനത്തെ ഒന്നും ഇല്ലാത്ത ഒരു സോഫ്റ്റ് സാധനം. ഹരി എപ്പോഴും മെലഡിയസ് ആയിട്ടുള്ള പാട്ടല്ലേ എഴുതുന്നത്. അടിപൊളി. ചുമ്മാ പറയുവാന്നോ? ശരി, ഞാൻ തിരിച്ചു സത്യമായിട്ടല്ലേ? അതെ, ഇത് സത്യമല്ലേ? അതെ, ഇത് സത്യ, ഇതിന്റെ സ്വാദും സത്യ. തമ്പുരാനെ എന്തായാലും താങ്ക് യു. ഇനിയും വരികൾ എഴുതാൻ തമ്പുരാൻ ആ കൈകൾക്ക് അനുഗ്രഹം തരട്ടെ. എപ്പോഴും ഞങ്ങൾക്ക് ഇതേപോലെ മെലഡീസ് ഗാനങ്ങൾ കേൾക്കാനും സ്ട്രെസ്സും ഫ്രസ്ട്രേഷനും ഒക്കെ കൂടുമ്പോൾ ഒരു പാട്ട് കേട്ടാൽ മ്യൂസിക് ക്യാൻ ഡു മാജിക് എന്നാ പറയാ അല്ലെ, ആ റിലാക്സേഷൻ വരാനുള്ള വരികൾ ഈ കൈകളിലേക്ക് തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. ചേച്ചിക്കും നല്ല നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കാനും അത് ഒരുപാട് പേരെ ഇവിടെ കൊണ്ടുവന്ന് ഊട്ടാനും ആനീസ് കിച്ചൺ ഇനിയും കാണ്ഡമായി മുന്നോട്ട് പോകട്ടെ. നമ്മൾ രണ്ടുപേരും പഠിച്ചു പറഞ്ഞ പോലെ ഉണ്ട് കേട്ടോ. താങ്ക് യു വെരി മച്ച്. ഇനിയും ഇതേപോലെ മധുരമായ നിമിഷങ്ങൾ നമുക്ക് ആനീസ് കിച്ചണിൽ വന്നു ചേർത്ത് അടുത്ത പ്രാവശ്യം പാട്ട് പാടാനുള്ള വാക്കും തന്നു. പക്ഷേ അതിന് മുന്നോടിയായിട്ട് ഇനിയും നമുക്ക് ഗസ്റ്റുകൾ വരാനുണ്ട്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഗുഡ് ബൈ. Annie's Kitchen. Let's cook with love.